എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് SCERT 9ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ എക്കണോമിക്സിലുള്ള ഒരു ചാപ്റ്ററുമായിട്ടാണ്. ചാപ്റ്ററിന്റെ പേര് സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും എന്നാണ്. ഇതിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓരോരോ ചോദ്യങ്ങളായി നമുക്ക് നോക്കിപ്പോവാം. ഭൂമി, മൂലധനം, അസംസ്കൃത വസ്തുക്കൾ മുതലായ ഉൽപാദനോപാധികളുടെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയെ പൊതുവെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. അവ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നിവയാണത്. ഭൂമി, മൂലധനം, അസംസ്കൃത വസ്തുക്കൾ മുതലായ ഉൽപാദനോപാധികളുടെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ പൊതുവെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നിവയാണ്. ഉൽപാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതും ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഉൽപാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതും ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന് വായിച്ചു പോവാം. സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാവും. വില നിയന്ത്രണമില്ലാത്ത സ്വതന്ത്രമായിട്ടുള്ള കമ്പോളം ഉണ്ടാവും. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരമുണ്ടാവും. സ്വകാര്യ സ്വത്തവകാശം, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി, ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം, ഉപഭോക്താക്കളുടെ പരമാധികാരം എന്നിവയാണ്. ക്രമസമാധാന പാലനവും വൈദേശിക ആക്രമണങ്ങളെ പ്രതിരോധിക്കലും പ്രധാന ചുമതലയായിട്ടുള്ള രാഷ്ട്രങ്ങൾ അറിയപ്പെടുന്നത് പോലീസ് സ്റ്റേറ്റ് എന്നാണ്. ക്രമസമാധാന പാലനവും വൈദേശിക ആക്രമണങ്ങളെ പ്രതിരോധിക്കലും പ്രധാന ചുമതലയായിട്ടുള്ള രാഷ്ട്രങ്ങൾ അറിയപ്പെടുന്നത് പോലീസ് സ്റ്റേറ്റ് എന്ന്. വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഉൽപാദകരെയും ആവശ്യക്കാരെയും സ്വാധീനിക്കുന്നതിന്റെ ഫലമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ലഭ്യത നിയന്ത്രിക്കുന്നത് അറിയപ്പെടുന്നത് വില സംവിധാനം എന്നാണ്. വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഉൽപാദകരെയും ആവശ്യക്കാരെയും സ്വാധീനിക്കുന്നതിന്റെ ഫലമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ലഭ്യത നിയന്ത്രിക്കുന്നത് വില സംവിധാനം എന്നാണ് അറിയപ്പെടുക. ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയെ നമ്മൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്നാണ് പറയുക. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന സവിശേഷതകളും നമുക്ക് വായിച്ചു പോവാം. ജനക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം, സ്വകാര്യ സംരംഭകരുടെ അഭാവം, സാമ്പത്തിക സമത്വം, സ്വകാര്യ സ്വത്തവകാശം, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി എന്നിവയുടെ അഭാവമൊക്കെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകളാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില സവിശേഷതകൾ ചേർന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില സവിശേഷതകൾ ചേർന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വായിച്ചു പോവാം. പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നുണ്ട്. ആസൂത്രണത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ മിശ്ര സമ്പദ് വ്യവസ്ഥ പ്രവർത്തിക്കുക. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും എന്നാൽ സാമ്പത്തിക നിയന്ത്രണവും ഈ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയും. UK, USA തുടങ്ങിയ രാജ്യങ്ങളിൽ ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ് എന്ന് ചോദിച്ചാൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. UK, USA തുടങ്ങിയ രാജ്യങ്ങളിൽ ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. ക്യൂബ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്.
ക്യൂബ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 1991 ഇന്ത്യയിൽ ആരംഭിച്ച സാമ്പത്തിക നയമാറ്റത്തിന്റെ കാതൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയാണ്. 1991 ഇന്ത്യയിൽ ആരംഭിച്ച സാമ്പത്തിക നയമാറ്റത്തിന്റെ കാതൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയാണ്. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനത്തിലുള്ള സർക്കാർ സ്വാതന്ത്ര്യവും നിയന്ത്രണവും പരിമിതപ്പെടുത്തുന്ന രീതിയാണ് ഉദാരവൽക്കരണം. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാരിന്റെ സ്വാധീനവും നിയന്ത്രണവും പരിമിതപ്പെടുത്തുന്ന രീതിയെ നമ്മൾ ഉദാരവൽക്കരണം എന്നാണ് പറയാം. ഇന്ത്യയിൽ ഉദാരവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച രാജ്യം വർഷം 1985 ആണ്. ഇന്ത്യയിൽ ഉദാരവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച വർഷം 1985. ഉദാരവൽക്കരണത്തിന്റെ ഫലമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒന്ന് വായിച്ചു പോയാൽ മതി. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുകയുണ്ടായി. ഇറക്കുമതി ചുങ്കവും നികുതികളും കുറച്ചു. വിദേശ വിനിമയ ചട്ടങ്ങളിൽ എന്ത് ചെയ്തു? മാറ്റങ്ങൾ വരുത്തി. കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിക്കുക കൂടി ഇത് ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ചെയ്തു. അതിന്റെ കൂടെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം, അടിസ്ഥാന വ്യവസായങ്ങൾ എന്നിവയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക കൂടി ചെയ്തു. ഇന്ത്യയിൽ വിദേശ നാണയ പ്രതിസന്ധി നേരിട്ട വർഷം 1991. ഇന്ത്യയിൽ വിദേശ നാണയ പ്രതിസന്ധി നേരിട്ട വർഷം 1991. മാരുതി ഉദ്യോഗ് ലിമിറ്റഡ്, മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് തുടങ്ങിയവ ഏത് തരം സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ സ്വകാര്യവൽക്കരിച്ച സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. മാരുതി ഉദ്യോഗ് ലിമിറ്റഡ്, മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് തുടങ്ങിയവ ഏത് തരം സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്? സ്വകാര്യവൽക്കരിച്ച സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് അതിന്റെ പേര്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് അതിന് നമ്മൾ പറയാം. സർക്കാരിന് മാത്രം പങ്കാളിത്തമുണ്ടായിരുന്ന പല മേഖലകളിലും സ്വകാര്യ മേഖലയ്ക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകുന്ന രീതി സ്വകാര്യവൽക്കരണം എന്ന പേരിലാണ് അറിയപ്പെടുക. സർക്കാരിന് മാത്രം പങ്കാളിത്തമുണ്ടായിരുന്ന പല മേഖലകളിലും സ്വകാര്യ മേഖലയ്ക്ക് പ്രവർത്തനാനുമതി നൽകുന്ന രീതിയെ നമ്മൾ സ്വകാര്യവൽക്കരണം എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. റോഡ്, പാലം മുതലായവ സ്വകാര്യ സംരംഭങ്ങൾ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ പിരിച്ചെടുക്കുകയും പിന്നീട് അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് BOT എന്നുള്ളത്. BOT എന്ന് പറഞ്ഞാൽ ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്നാണ് അർത്ഥം വരിക. ഒന്നുകൂടെ നോക്കാം. റോഡ്, പാലം മുതലായവ ആദ്യം സ്വകാര്യ സംരംഭകര് നിർമ്മിക്കും. എന്നിട്ട് അതിന്റെ മുതൽ മുടക്ക് ഇവരെന്ത് ചെയ്യും? ടോളിലൂടെ പിരിച്ചെടുക്കും. പിന്നീട് അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്ന സമ്പ്രദായത്തെയാണ് നമ്മൾ BOT എന്ന് വെച്ചാൽ ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്ന ഒരു പേരിൽ അറിയപ്പെടുന്നത്. ചില സംരംഭങ്ങൾ സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായി ആരംഭിക്കുകയും മുതൽ മുടക്കിനനുസരിച്ച് ലാഭം പങ്കുവെക്കുകയും ചെയ്യുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അഥവാ PPP എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചില സംരംഭങ്ങൾ സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായി ആരംഭിക്കുകയും മുതൽ മുടക്കിനനുസരിച്ച്, അതായത് ആരാണ് കൂടുതൽ മുതൽ മുടക്കുന്നത് അവർക്ക് കൂടുതൽ ലാഭം, ആ മുതൽ മുടക്കിനനുസരിച്ച് പങ്കുവെക്കുകയും ചെയ്യുന്ന രീതിയാണ് PPP അഥവാ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാജ്യത്തിന്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവയിലൂടെ രാജ്യങ്ങൾ തമ്മിലുണ്ടായ പരസ്പര സാമ്പത്തിക ഏകോപനം അറിയപ്പെടുന്നത് ആഗോളവൽക്കരണം എന്നാണ്.
രാജ്യത്തിന്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവയിലൂടെ രാജ്യങ്ങൾ തമ്മിലുണ്ടായ പരസ്പര സാമ്പത്തിക ഏകോപനം അറിയപ്പെടുന്നത് ആഗോളവൽക്കരണം എന്നാണ്. ഒരു രാജ്യത്തെ മൂലധനം മറ്റൊരു രാജ്യത്തെ കമ്പനികൾ, ഭൂമി, ഓഹരികൾ, ബോണ്ടുകൾ, ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നതാണ് വിദേശ മൂലധന നിക്ഷേപം എന്നറിയപ്പെടുന്നത്. ഒരു രാജ്യത്തെ മൂലധനം മറ്റൊരു രാജ്യത്തെ കമ്പനികൾ, ഭൂമി, ഓഹരികൾ, ബോണ്ടുകൾ, ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നതിനെ നമ്മൾ വിദേശ മൂലധന നിക്ഷേപം എന്നാണ് പറയുക. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങൾ അറിയപ്പെടുന്നത് നവ ഉദാരവൽക്കരണം എന്നാണ്. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന സാമ്പത്തിക നയങ്ങൾ അറിയപ്പെടുന്നത് നവ ഉദാരവൽക്കരണം എന്നാണ്. അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് അന്താരാഷ്ട്ര നാണയനിധി, ലോകബാങ്ക് തുടങ്ങിയവ. അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് അന്താരാഷ്ട്ര നാണയനിധി, ലോകബാങ്ക് തുടങ്ങിയവ. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 ജനുവരി 1-നാണ്. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 ജനുവരി 1-നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. ഒന്നുകൂടെ നോക്കാം. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. ലോക വ്യാപാര സംഘടനയിലൂടെ രൂപപ്പെട്ട സ്വതന്ത്ര വ്യാപാര കരാറുകളിലെ പ്രധാന നിർദ്ദേശങ്ങള്: ഇറക്കുമതി തീരുവ ഘട്ടം ഘട്ടമായി കുറയ്ക്കുക, സേവന രംഗങ്ങളായ മാധ്യമങ്ങൾ, ടെലികോം, ബാങ്ക്, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിലും വിദേശ നിക്ഷേപം അനുവദിക്കുക, ആഭ്യന്തര നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പരിഗണന വിദേശ നിക്ഷേപങ്ങൾക്കും നൽകുക, സബ്സിഡികൾ കുറയ്ക്കുക, പേറ്റന്റ് നിയമങ്ങൾ പരിഷ്കരിക്കുക തുടങ്ങിയവയായിരുന്നു ലോക വ്യാപാര സംഘടനയിലൂടെ രൂപപ്പെട്ട സ്വതന്ത്ര വ്യാപാര കരാറുകളിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്ന വർഷം 1944 ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്ന വർഷം 1944. ലോകബാങ്കിന്റെയും അന്താരാഷ്ട്ര നാണയനിധിയുടെയും ആസ്ഥാനം വാഷിംഗ്ടൺ ആണ്. ലോകബാങ്കിന്റെയും അന്താരാഷ്ട്ര നാണയനിധിയുടെയും ആസ്ഥാനം എവിടെയാന്ന് ചോദിച്ചാല് അത് വാഷിംഗ്ടൺ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വരാൻ കാരണമായ സമ്മേളനം 1944 ബ്രട്ടൻ വുഡ് സമ്മേളനം. അത് അമേരിക്കയിലാണ് നടന്നത്. ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വരാൻ കാരണമായ സമ്മേളനം 1944 ബ്രട്ടൻ വുഡ് സമ്മേളനമാണ്. പുതിയ സാങ്കേതിക വിദ്യയോ ഉൽപ്പന്നമോ ഉൽപാദന രീതിയോ കണ്ടുപിടിക്കുന്നവർക്ക് നിശ്ചിത കാലത്തേക്ക് അവയുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി നൽകുന്നതാണ് പാറ്റന്റ്. പുതിയ സാങ്കേതിക വിദ്യയോ ഉൽപ്പന്നമോ ഉൽപാദന രീതിയോ കണ്ടുപിടിക്കുന്നവർക്ക് നിശ്ചിത കാലത്തേക്ക് അവയുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി നൽകുന്നതാണ് പേറ്റന്റ്. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ അറിയപ്പെടുന്നത് ബഹുരാഷ്ട്ര കമ്പനികൾ എന്നാണ്. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ അറിയപ്പെടുന്നത് ബഹുരാഷ്ട്ര കമ്പനികൾ എന്നാണ്. കമ്പോളവൽക്കരണത്തിന്റെ ആവിർഭാവത്തിനിടയാക്കിയിട്ടുള്ള ആശയം നവ ഉദാരവൽക്കരണമാണ്. കമ്പോളവൽക്കരണത്തിന്റെ ആവിർഭാവത്തിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള ആശയം നവ ഉദാരവൽക്കരണമാണ്. എല്ലാം കമ്പോളത്തിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ കമ്പോളത്തിലെ ലഭ്യമാകൂ എന്ന പ്രവണതയാണ് കമ്പോളവൽക്കരണം. എല്ലാം കമ്പോളത്തിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ കമ്പോളത്തിലെ ലഭ്യമാവൂ എന്ന പ്രവണത കമ്പോളവൽക്കരണത്തിനായിട്ട് പരിഗണിക്കാം. കമ്പോളവൽക്കരണത്തിന്റെ പ്രധാന ലക്ഷ്യം പ്രോഫിറ്റ് അഥവാ ലാഭമാണ്. കമ്പോളവൽക്കരണത്തിന്റെ പ്രധാന ലക്ഷ്യം പ്രോഫിറ്റ് അഥവാ ലാഭമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത്.
ഇതോടുകൂടി നമ്മൾ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 9 ബാക്കി വിഷയങ്ങളും 10ാം ക്ലാസ്സുമാണ് CRT മെയിൻ ആയിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. കാണുക, നല്ല രീതിയിൽ പഠിക്കുക, പരീക്ഷയ്ക്ക് നന്നായിട്ട് സ്കോർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.